നമുക്കിന്ന് മട്ടർ പനീർ തയ്യാറാക്കാം. അതായത് പച്ച ഗ്രീൻ പീസും പനീറും വെച്ചിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കറിയാണ്. ഈ കറി ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ് ഇതിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. അപ്പോൾ ഫ്രഷ് ക്രീം ഒന്നും ചേർക്കാതെ തന്നെ നല്ല ക്രീമി ആയിട്ട് മട്ടർ പനീർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം കുറച്ച് ഐറ്റംസ് വഴറ്റി അരച്ചെടുക്കണം. അതിനുവേണ്ടി 2 മീഡിയം സൈസിലുള്ള സവാള, 11 അല്ലി വെളുത്തുള്ളി, ചെറിയ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 11 എണ്ണം, ചെറിയ പീസ് ഇഞ്ചി, നന്നായി പഴുത്ത 2 തക്കാളി, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായാൽ അരിഞ്ഞെടുത്ത സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റിയെടുക്കണം. ഓയിൽ ചേർക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. സൺഫ്ലവർ ഓയിലോ മറ്റേതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഒഴിച്ചാൽ മതി. ഇനി ഇതെല്ലാം നന്നായി വഴണ്ടി വരുമ്പോൾ തക്കാളി ചേർത്ത് ഇളക്കി തക്കാളി നന്നായി വെന്ത് വരുന്നവരെ മൂടി വെച്ച് വേവിക്കണം. തക്കാളി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അടുത്തതായി ഇതിലേക്ക് വെള്ളത്തിൽ കുതിർത്ത 10 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അണ്ടിപ്പരിപ്പാണ് ഈ കറിക്ക് ക്രീമി ടെക്സ്ചർ കൊടുക്കുന്നത്, അതുകൊണ്ട് അത് ഒരിക്കലും ഒഴിവാക്കരുത്. ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ചൂടാറാനായി മാറ്റിവെക്കാം. ചൂടാറിയതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇത് തണുത്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് മട്ടർ പനീറിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു പാൻ ചൂടാക്കി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായാൽ 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു ചെറിയ പീസ് പട്ട, ഒരു ഏലക്കായ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സവാള ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ബട്ടർ ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴണ്ട് ഗോൾഡൻ കളർ ആവണം. ഈ ടൈം കൊണ്ട് നമുക്ക് നേരത്തെ വഴറ്റി വെച്ച തക്കാളിയും സവാളയും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. നന്നായി തണുത്തതിന് ശേഷമേ അരച്ചെടുക്കാവൂ. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സവാള ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് ഇളക്കി പൊടികൾ മൂത്ത് വരുമ്പോൾ അരച്ചെടുത്ത സവാളയും തക്കാളിയും അണ്ടിപ്പരിപ്പൊക്കെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഈ അരപ്പ് ഒന്ന് വേവിക്കണം. ഈ സമയം കൊണ്ട് ഗ്രീൻ പീസ് നമുക്ക് റെഡിയാക്കാം. തോടോട് കൂടിയ ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫ്രോസൺ ഗ്രീൻ പീസ് എന്ന് പറഞ്ഞ് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ നമുക്കിത് വാങ്ങാൻ കിട്ടും. ഉണങ്ങിയ ഗ്രീൻ പീസ് ഉപയോഗിക്കരുത്, അപ്പോൾ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഗ്രീൻ പീസ് അതിൻ്റെ തോടിൽ നിന്നും അടർത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം അടർത്തി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാനൊന്ന് തുറന്ന് നോക്കാം. മസാല നന്നായി വെന്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. പച്ച ഗ്രീൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇനി നമുക്ക് പനീർ പീസുകൾ ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ഗ്രേവി കുറച്ച് തിക്കായി പോയതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് പനീർ നല്ല സോഫ്റ്റ് ആവുന്നവരെ വേവിക്കണം. പനീർ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കസൂരി മേത്തി പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. കൂടെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയുടെ അളവ് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. തക്കാളി 2 എണ്ണം അരച്ച് ചേർക്കുന്നത് കൊണ്ട് കുറച്ച് പുളി ഉണ്ടാകും കറിക്ക്. ഈ കറി ചെറിയൊരു മധുരവും എരിവും ഒക്കെ ഉള്ളൊരു കറിയാണ്, അതുകൊണ്ട് പഞ്ചസാര ഇതിൽ അവോയ്ഡ് ചെയ്യരുത്. അവസാനമായി ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. മട്ടർ ഇല്ലാതെ, അതായത് ഗ്രീൻ പീസ് ഇല്ലാതെ പനീർ മാത്രം വെച്ച് ഈ കറി നമുക്ക് റെഡിയാക്കാവുന്നതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്